ഒരു 70,000 രൂപ SBI നിന്ന് ലോൺ എടുക്കാൻ പോകുന്നു. ബാങ്കിനെ സംബന്ധിച്ച് ഒരു പ്രധാന ചോദ്യമുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടോ, ശരിയായ രീതിയിലാണോ അടച്ചേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതനുസരിച്ചാണ് ബാങ്ക് തീരുമാനമെടുക്കുന്നത് നിങ്ങൾക്ക് ലോൺ തരണോ വേണ്ടായോ എന്ന്. ഈ തീരുമാനമെടുക്കാൻ ബാങ്കിനെ സഹായിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതിനെയാണ് ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ലോണിന്റെ ഒരു പാസ്ബുക്ക് പോലാണ്. നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്ക് പോലെ ഇത് ലോണിന്റെ ഒരു പാസ്ബുക്ക് ആണ്. നടത്തിയ ലോൺ ട്രാൻസാക്ഷൻ എല്ലാം, ഏതൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെന്നെല്ലാം ഈ ഒരു റിപ്പോർട്ടിൽ കാണാം. പാൻ കാർഡ് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ ലോണും, ഗോൾഡ് ലോൺ മുതൽ പേഴ്സണൽ ലോൺ വരെ എല്ലാ ലോണും ഈ റിപ്പോർട്ടിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. എത്ര ലോൺ എടുത്തു, എത്രത്തോളം റീപേ ചെയ്തു, ഇനി എത്ര ചെയ്യാനുണ്ട്, എത്ര മിസ്സാക്കി, ഈ ഡേറ്റകളെല്ലാം ഈ റിപ്പോർട്ടിൽ കാണാം. പക്ഷെ ബാങ്കും നിങ്ങൾക്ക് ലോൺ തരുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും ഈ വലിയ റിപ്പോർട്ട് അനലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു നമ്പറിലാക്കുന്നു. ഇതിനെയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ഈ നമ്പർ വെച്ച് നമുക്ക് ലോൺ തരണോ വേണ്ട എന്നുള്ള ഡിസിഷനിലേക്ക് ബാങ്കുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും പെട്ടെന്ന് എത്താൻ സഹായിക്കുന്നു. ക്രെഡിറ്റ് സ്കോർ പല രാജ്യങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നു. USA ഇതിനെ ഫിക്കോ സ്കോർ എന്നും, ജർമ്മനിയിൽ ഇതിനെ ഷൂഫ സ്കോർ എന്നും എല്ലാം അറിയപ്പെടുന്നു. ഇറ്റ്സ് മീ മിഥുൻ, ബൈ.